കലോത്സവ വേദിയിൽ ഒരു KSUക്കാരനിവിടെ വരാൻ കഴിയില്ല. പ്രതിഷേധിക്കാനുള്ള വിദ്യാർത്ഥികളുടെ അവകാശത്തെ അടിച്ചമർത്തിക്കൊണ്ട് പുറത്തടയ്ക്കുമ്പോ അവരവരുടെ ഡാൻസ് കളിച്ച് ആഘോഷിക്കുകയാണ്. കേരള സർവകലാശാല യൂണിയന്റെ കലോത്സവ വേദി അടച്ചിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് KSUക്കാരെ പുറത്തു നിർത്തുന്നത്. ഈ കലോത്സവ വേദിയിൽ ഒരു KSUക്കാരനിവിടെ വരാൻ കഴിയില്ല. സ്കെച്ച് ഇടുന്നു എന്ന് പറഞ്ഞിട്ട് ലോ കോളേജിലെ ആവട്ടെ, മാറിവാന്യൂസിലെ ആകട്ടെ, ഇക്ബാൽ കോളേജിലെ ആകട്ടെ, നെടുമങ്ങാട് കോളേജിലെ ആകട്ടെ, KSUക്കാരെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കാൻ ഇവിടുത്തെ SFIയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ അതിന്റെ അകത്തുള്ള സംഘാടക സമിതിയിലെ ഗുണ്ടകൾ ശ്രമിക്കുന്നു. പോലീസ് എന്താണ് ചെയ്തത്? ഇവിടെ KSUക്കാരെ കളിയാക്കിക്കൊണ്ടൊരു പാട്ടിട്ടപ്പോ അതുപോലും അതിന്റെ സൗണ്ട് കുറയ്ക്കാൻ പോലും പറയാൻ കഴിയാതെ ഏരിയ കമ്മിറ്റി പറയുന്നത് അങ്ങനെ തന്നെ ഓച്ചാനിച്ച് കേട്ടു നിൽക്കുന്ന കേരള പോലീസാണ് ഈ നിൽക്കുന്നത്. ഏരിയ കമ്മിറ്റി പിണറായി വിജയൻ പറയണ്ട, ഏരിയ കമ്മിറ്റിക്കാരും ഇവിടെ SFIയുടെ സംഘാടക സമിതിയും പറഞ്ഞാൽ മതി, അവരതുപോലെ അനുസരിക്കും. ഇവിടെ KSUവിന്റെ സമരത്തിന് പ്രതിഷേധിക്കാനുള്ള വിദ്യാർത്ഥികളുടെ അവകാശത്തെ അടിച്ചമർത്തിക്കൊണ്ട് പുറത്തടയ്ക്കുമ്പോ അവരവരുടെ ഡാൻസ് കളിച്ച് ആഘോഷിക്കുകയാണ്. അതെ, പുറത്താക്കി കഥ കളിക്കുന്നു. സമാനമായ രീതിയിലാണ് ഇവിടെ യാതൊരു KSUക്കാരനും ഈ ക്യാമ്പസിലോട്ട്, ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലോട്ട് കടക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഇവിടെ ചെന്നിരിക്കുമ്പോ നീ ക്യാമ്പസിൽ കയറണ്ട, നീ സർവകലാശാലയിൽ കയറണ്ട എന്ന് പറഞ്ഞ് പുറത്തിറക്കി വിടുന്നു. അതേ രീതി ഇന്ന് കേരള പോലീസും ചെയ്തിരിക്കുന്നു. KSUക്കാരെ പുറത്തിറക്കി വാതിലടച്ചിരിക്കുന്നു. എങ്ങനെയാ പ്രതിഷേധം ആലോചിക്കുന്നത്? ഇവിടെ നിന്ന് ഞങ്ങൾ ഒരടി പിറകോട്ടില്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? SFI എന്ത് പറയുന്നോ അത് മാത്രം ചെയ്യുന്ന കേരള പോലീസ് ഒരു വാക്ക് ഏരിയ കമ്മിറ്റിയുടെ ആ പാട്ടിന്റെ സൗണ്ട് കുറയ്ക്കാനോ പാട്ട് ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പേരടക്കം അവരുടെ പോസ്റ്റ് അടക്കം അവരുടെ ഫോട്ടോ അടക്കം കാണിച്ചു കൊടുത്തിട്ട് അവരെ അറസ്റ്റ് ചെയ്യാമെന്നൊരു ഉറപ്പ് നൽകാതെ ഞങ്ങൾ ഈ സമര പരിപാടിയിൽ നിന്നും പിന്നോട്ടില്ല. വേദിക്ക് പുറത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുക പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ കേസെടുത്ത് പോലീസ് ആക്ഷനായി വരുന്ന 4 ദിവസം കഴിഞ്ഞിട്ടാണ്. അതേ സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഈ ഞങ്ങളുടെ കുട്ടികൾക്ക് രാവിലെ 7 മണിക്കാണ് പരിക്കുണ്ടാവുന്നത്. ഇവരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമ്പോൾ ഗുരുതരമായ പരിക്കുണ്ട്, കഴുത്തിന് പരിക്കുണ്ട്, പല്ലിന് പരിക്കുണ്ട്, ആ പല്ല് പറഞ്ഞു പോയി. ഇത്രയും വലിയ പരിക്കുണ്ടായിട്ട് ഈ പോലീസ് ഉന്തും തള്ളും നടക്കുമ്പോൾ പോലീസിന്റെ തൊട്ട് ബാക്കിൽ സൗകര്യമൊരുക്കി കൊടുക്കുന്നത് SFIക്കാരാണ്. ഈ കുട്ടികളെ അടിച്ച തന്നെയാണ്. ഞങ്ങളൊക്കെ കലാസ്നേഹികളാണ്. ഞങ്ങളൊക്കെ ഈ കലോത്സവം ആസ്വദിക്കാൻ, ഈ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വന്ന വിദ്യാർത്ഥികളാണ്. ഞങ്ങൾക്ക് ഈ കലോത്സവ വേദിയുടെ പുറത്താണിടമെങ്കിൽ എന്ത് സുരക്ഷയാണ്, എന്ത് സ്വാതന്ത്ര്യമാണ് ഇവിടെ CPM-ഉം കേരള പോലീസും ഒരുക്കുന്നത്? KSU യൂണിയൻ ഭരിക്കുന്ന മാറിവാനിയോസ് ക്യാമ്പസിലെ യൂണിറ്റ് പ്രസിഡന്റിന് 1ാമത്തെ ദിവസം മുതൽ ഓരോ ക്യാമ്പസിൽ നിന്നും മറ്റു ക്യാമ്പസിലേക്ക് ഓടുകയാണ്. സ്കെച്ചാണ്, ബൈക്ക് പിടിച്ചു നിർത്തി അടിക്കുമെന്ന പ്രശ്നം വരെ ഉണ്ടായിട്ടുണ്ട്.